പ്രിയമുള്ളവരെ നമസ്കാരം. 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ബയോളജി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കോശത്തിൻ്റെ ഘടന. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് സസ്യകോശത്തിൻ്റെ ഘടനയാണ്, സ്ട്രക്ചർ ഓഫ് പ്ലാന്റ് സെൽ. ശേഷം നമ്മൾ ആനിമൽ സെല്ലും പഠിക്കുന്നുണ്ട്. നിങ്ങൾ ചില ക്ലാസ്സുകളിൽ തന്നെ ചിത്രങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. കോശങ്ങൾക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലേ? ഒരു കോശത്തിനുള്ളിൽ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ അവരെ നമ്മൾ കോശാംഗങ്ങൾ എന്നാണ് പറയാം. കോശത്തിലെ അംഗങ്ങൾ, സെൽ ഓർഗനൽസ് എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ പരിചയം ഉണ്ടായിരിക്കും. ഒരു കോശത്തിൻ്റെ ഏറ്റവും പുറമേ ഒരു സിമ്പിൾ ഒരു കോശമാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും പുറത്ത് നമുക്കറിയാം സെൽ മെംബ്രെയിൻ. ഏറ്റവും പുറത്ത് സെൽ മെംബ്രെയിൻ, മലയാളത്തിൽ കോശസ്തരം എന്ന് പറയുന്ന ഭാഗം ഉണ്ടായിരിക്കും. കോശസ്തരം അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയാറുണ്ട്. പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, കോശസ്തരം. പിന്നീട് ഈ കോശസ്തരത്തിൻ്റെ ഉള്ളിലാണ്, ഇതാണ് ഈ കോശത്തിൻ്റെ അതിര് എന്ന് പറയുന്നത്, ബൗണ്ടറി എന്ന് പറയുന്നത് കോശസ്തരമാണ്. ഏത് കോശങ്ങൾക്കും കോശസ്തരമുണ്ട്. സസ്യകോശങ്ങളായാലും ജന്തുകോശങ്ങളായാലും അതിനൊരു കോശസ്തരം ഉണ്ടായിരിക്കും. സസ്യകോശങ്ങൾക്ക് കോശഭിത്തി കൂടി ഉണ്ട്, അത് നമ്മൾ പിന്നീട് പറയാം. ഇനി ഈ കോശസ്തരത്തിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള വസ്തുക്കളൊക്കെ ഉണ്ടായിരിക്കുക. ഇതിനകത്ത് നമുക്കറിയാം സെൻട്രലായിട്ട് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. കോശത്തിൻ്റെ കേന്ദ്രഭാഗമാണ് ന്യൂക്ലിയസ്. റെഗുലേറ്ററി സെൻറ്റർ ഓഫ് സെല്ലാണ് ന്യൂക്ലിയസ്. അപ്പോൾ ഇതിനകത്ത് മർമ്മം എന്ന് പറയുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയസ് ഉണ്ടാവും. ഇനി ബാക്കി ഈ കോശസ്തരത്തിനുള്ളിൽ കാണപ്പെടുന്ന ഇതിനകത്തൊരു ദ്രാവക ഭാഗമായിരിക്കും ഉണ്ടാവുക. അതിന് നിറച്ചും ദ്രാവക ഭാഗമായിരിക്കും ഉണ്ടാകുന്നത്. ഈ കോശത്തിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ പദാർത്ഥങ്ങളെയും, ന്യൂക്ലിയസ് അടക്കമുള്ള മുഴുവൻ പദാർത്ഥങ്ങളെയും നമ്മൾ പറയുന്ന പേരാണ് ജീവദ്രവ്യം എന്നാണ് പറയുക. ജീവദ്രവ്യം ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് പ്രോട്ടോപ്ലാസം. അപ്പോൾ കോശസ്തരത്തിനുള്ളിലെ മുഴുവൻ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. ഓൾ സബ്സ്റ്റൻസ് ഇൻസൈഡ് ദ സെൽ മെംബ്രെയിൻ ഇൻക്ലൂഡിങ് ന്യൂക്ലിയസ് ഇസ് കോൾഡ് പ്രോട്ടോപ്ലാസം. അപ്പോൾ ന്യൂക്ലിയസ് അടക്കമുള്ള ഭാഗത്തെ പറയുന്ന പേര് ജീവദ്രവ്യം എന്നും, ജീവദ്രവ്യത്തിൽ ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ മർമ്മം ഒഴികെയുള്ള ഭാഗത്തെ പറയുന്ന പേരാണ് കോശദ്രവ്യം എന്നാണ് പറയുന്നത്. കോശദ്രവ്യം ഇംഗ്ലീഷിൽ സൈറ്റോപ്ലാസം. അപ്പോൾ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം? Cytoplasm is a part of protoplasm excluding nucleus ആണ്. ന്യൂക്ലിയസ് ഒഴികെയുള്ള ഭാഗത്തെയാണ് കോശദ്രവ്യം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം എന്ന് പറയുക. ന്യൂക്ലിയസ് അടക്കമുള്ള ഭാഗത്തെ പറയുന്നവരാണ് ജീവദ്രവ്യം അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസം. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോട്ടോപ്ലാസം ആൻഡ് സൈറ്റോപ്ലാസം. നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് കോശങ്ങളാണ്. ആ ജീവൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ആവശ്യമായ എല്ലാ വസ്തുക്കളും സ്ഥിതി ചെയ്യുന്നത് ഈ കോശദ്രവ്യത്തിനകത്താണ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന മുഴുവൻ വസ്തുക്കളെയും ചേർത്ത് നമ്മൾ പറയുന്ന പേരാണ് കോശാംഗങ്ങൾ. ഇംഗ്ലീഷിൽ പറയുന്ന പേരാണ് സെൽ ഓർഗനൽസ്. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന മുഴുവൻ ഭാഗങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് കോശാംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ്. Cell organelles are the specific part seen in the cytoplasm to perform physiological functions. ആദ്യമായിട്ട് നമുക്ക് സസ്യകോശത്തിനുള്ളിലെ വ്യത്യസ്തമായ കോശാംഗങ്ങളും അവയുടെ പ്രത്യേകതയും അവയുടെ ഫങ്ഷനുമാണ് പഠിക്കാനുള്ളത്. സസ്യത്തിൽ നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കോശാംഗങ്ങളുണ്ട്. സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കാണപ്പെടുന്ന കോശാംഗങ്ങളെ നമ്മൾ ഒന്നിച്ചാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കോശാംഗമാണ് മൈറ്റോകോൺട്രിയോൺ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്താ വെച്ചാൽ കോശത്തിനുള്ളിലെ ഊർജ്ജ നിലയം എന്നറിയപ്പെടുന്ന ഭാഗമാണ്. ദ പവർ ഹൗസ് ഓഫ് സെൽ. കോശത്തിനുള്ളിൽ ഊർജ്ജം നിർമ്മിക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചിട്ടാണ്. ഊർജ്ജ നിർമ്മാണം എങ്ങനെയാണെന്നൊക്കെ നമ്മൾ അടുത്ത വർഷത്തെ ബയോളജി ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഊർജ്ജ നിലയങ്ങൾ എന്നറിയപ്പെടുന്ന ഭാഗമാണ് മൈറ്റോകോൺട്രിയ, ദ പവർ ഹൗസ് ഓഫ് സെൽ.
പവർ ഹൗസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഈ വൈദ്യുതിയൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളെയാണ് പവർ ഹൗസ് എന്ന് പറയുക അല്ലേ. അതേപോലെ നമ്മളെ കോശത്തിൻ്റെ പവർ ഹൗസാണ് ആര്, ഈ മൈറ്റോകോൺഡ്രിയോൺ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ പവർ ഹൗസ് എന്ന് പറയാൻ കാരണം, ഊർജ്ജത്തിൻ്റെ നിർമ്മാണത്തിനും ഊർജ്ജത്തിൻ്റെ സംഭരണത്തിനും സഹായിക്കുന്ന ഭാഗമാണ് മൈറ്റോകോൺഡ്രിയോൺ. ഇറ്റ് ഹെൽപ്പ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് എനർജി. സോ ഇറ്റ് ഈസ് കോൾഡ് ദ പവർ ഹൗസ് ഓഫ് സെൽ. ഇത് എല്ലാ കോശങ്ങളിലും മൈറ്റോകോൺഡ്രിയയുടെ എണ്ണം ഒരേപോലെ ആയിരിക്കില്ല. ഊർജ്ജം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കോശങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ലിവർ കോശങ്ങൾ, പേശികളിൽ, അങ്ങനെയുള്ള ബ്രെയിൻ സെല്ലുകളിലൊക്കെ മൈറ്റോകോൺഡ്രിയയുടെ എണ്ണം കൂടുതലായി കാരണം. ചില കോശങ്ങളിൽ മൈറ്റോകോൺഡ്രിയയുടെ എണ്ണം താരതമ്യേന കുറവായിരിക്കും. പക്ഷേ എല്ലാ കോശങ്ങളിലും മൈറ്റോകോൺഡ്രിയോൺ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മൈറ്റോകോൺഡ്രിയോൺ ഈസ് അബണ്ടൻ്റ്ലി സീൻ ഇൻ ദ ലിവർ, മസിൽ ആൻഡ് ബ്രെയിൻ വേർ ദ എനർജി റിക്വയർമെൻറ്റ് ഈസ് ഹൈ. ഊർജ്ജത്തിൻ്റെ ആവശ്യം കൂടുതലുള്ള ഇത്തരം കോശങ്ങൾ ഇത് കൂടുതലായിരിക്കും. ഈ ചിത്രം ശ്രദ്ധിക്കുക. നിങ്ങൾ നോട്ട്ബുക്കിൽ മൈറ്റോകോൺഡ്രിയയുടെ ചിത്രവും അതിൻ്റെ പോയിൻറ്റുകളും നിങ്ങളെ സയൻസ് ഡയറിയിൽ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. രണ്ടാമത്തെ കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇംഗ്ലീഷിലും മലയാളത്തിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് തന്നെയാണ് പറയാറ്. കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്ന കോശാംഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇറ്റ് ഈസ് ദ പാസേജ് ഇൻ ദ സെൽ. സാധാരണ നമ്മൾ നടന്നു പോകാൻ ഒരു റൂട്ട്, ഒരു വഴി ഉണ്ടായിരിക്കും അല്ലേ, സഞ്ചാരപാത ഉണ്ടായിരിക്കും. അതേപോലെ കോശത്തിനുള്ളിൽ വസ്തുക്കൾ സഞ്ചരിക്കുന്നത് ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. അപ്പോൾ കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങളുടെ സംവഹനം നടക്കുന്നത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലൂടെയാണ്. The conduction of material takes place through the endoplasmic reticulum, so it is known as the passage in the cell. It is otherwise called cytoskeleton. കോശ അസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അസ്ഥികൂടം അല്ലേ, നമ്മുടെ ശരീരത്തിനൊക്കെ ഒരു ആകൃതി നൽകുന്നത് അസ്ഥികൂടമാണ്. ഏത് ജീവികൾക്കൊരു അസ്ഥികൂടം ഉണ്ടായിരിക്കും. അതേപോലെ കോശത്തിൻ്റെ അസ്ഥികൂടം എന്നറിയപ്പെടുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, കോശത്തിന് ദൃഢതയും ആകൃതിയും, ഇറ്റ് പ്രൊവൈഡ് ഫേംനെസ് ആൻഡ് ഷേപ്പ് ടു സെൽ എന്നുള്ള. സോ ഇറ്റ് ഈസ് നോൺ ആസ് സൈറ്റോസ്കെലിറ്റൻ. സസ്യജന്തു കോശങ്ങളിൽ കാണപ്പെടുന്ന മൂന്നാമത്തെ കോശാംഗമാണ് റൈബോസോം. റൈബോസോമിൻ്റെ പ്രത്യേകത മാംസ്യ നിർമ്മാണം നടക്കുന്ന ഭാഗമാണ്. പ്രോട്ടീൻ സിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദ റൈബോസോം. നേരത്തെ നമ്മൾ കോശത്തിൻ്റെ ധർമ്മങ്ങൾ പഠിച്ച സമയത്ത് പറഞ്ഞായിരുന്നു ജീവ തന്മാത്രകൾ നിർമ്മിക്കുക. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ജൈവ തന്മാത്രയാണ് പ്രോട്ടീൻ. അത് നിർമ്മാണം നടക്കുന്നത് ഈ റൈബോസോമിലാണ്. ഈ പ്രോട്ടീൻ്റെ റോളും അതിൻ്റെ ഫങ്ഷൻസൊക്കെ വലിയ ബയോളജിയാണ്. അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വരുന്ന വർഷങ്ങളിൽ നിങ്ങൾ പഠിക്കും. പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് റൈബോസോമിലാണ്. ഇറ്റ് ഈസ് ദ സെൻറ്റർ ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഇൻ ദ സെൽ. എവിടെയാണ് റൈബോസോം കാണപ്പെടുക? ഒന്നുകിൽ ഈ റൈബോസോം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ കോശദ്രവ്യത്തിൽ അങ്ങനെ പരന്നിട്ടോ ആണ് കാണപ്പെടുക. രണ്ട് പ്രധാനപ്പെട്ട ചിത്രത്തിലും കാണാൻ പറ്റും. രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ടായിരിക്കും. ലാർജ് അതിന് സബ് യൂണിറ്റുകൾ എന്നാണ് പറയുക. ലാർജ് സബ് യൂണിറ്റും സ്മോൾ സബ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ഇവ രണ്ടും കൂടി ചേരുമ്പോഴാണ് ഒരു ഫങ്ഷണൽ റൈബോസോമായിട്ട് മാറുക. അപ്പോഴാണ് റൈബോസോമിൽ പ്രോട്ടീൻ്റെ നിർമ്മാണം നടക്കുക. മറ്റൊരു കോശാംഗമാണ് ഫേനം. ഇംഗ്ലീഷിൽ പറയുന്ന പേര് വാക്യൂൾ എന്നാണ്. ഇവിടെ പേരിൽ വ്യത്യാസം വരുന്നുണ്ട്. വാക്യൂൾ എന്ന പ്രത്യേകത, സസ്യകോശങ്ങളിലാണ് വാക്യൂൾ പ്രധാനമായിട്ടും കാണപ്പെടുക. സസ്യകോശങ്ങളുടെ വാക്യൂൾ സാധാരണയായിട്ട് വലുപ്പം കൂടുതലുള്ള വാക്യൂളായിരിക്കും. ജന്തുകോശങ്ങളുടെ താരതമ്യേന കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വാക്യൂൾ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ വാക്യൂളിൻ്റെ പ്രത്യേകത, ഇതിനെ കവർ ചെയ്തുകൊണ്ട്, ഇതിനെ പൊതിഞ്ഞുകൊണ്ട് ടോണോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട ഒരു കോശാംഗമാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫാനം. ഇറ്റ് ഈസ് കവേർഡ് ബൈ എ ക്യാരക്ടറൈസ്ഡ് മെംബ്രെയിൻ ദാറ്റ്സ് കോൾഡ് ടോണോപ്ലാസ്റ്റ്. എക്സാമിലൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്, ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗം ഏതാണെന്ന് ചോദിച്ചാൽ ഫാനമാണ്, വാക്യൂളാണ്. എന്താണ് ഈ വാക്യൂളിൻ്റെ ഫങ്ഷൻ, അല്ലെങ്കിൽ ഫാനത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഇത് ജലം, ലവണങ്ങൾ, വിസർജ്ജ വസ്തുക്കൾ എന്നിവയെ സ്റ്റോർ ചെയ്യുന്ന ഭാഗമാണ് വാക്യൂൾ. ഇറ്റ് സ്റ്റോർ വാട്ടർ, സാൾട്ട് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽ ഇൻ ദ സെൽ. അപ്പോൾ ഇത്രയും വസ്തുക്കളെ സംഭരിച്ച് വെക്കുന്ന ടോണോപ്ലാസ്റ്റ് എന്ന സ്ഥലത്തിൽ ആവരണം ചെയ്യപ്പെട്ട ഒരു കോശാംഗമാണ് വാക്യൂൾ അല്ലെങ്കിൽ ഫാൻ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ജന്തു കോശങ്ങളിൽ പൊതുവായിട്ട് കാണപ്പെടുന്ന ഒരു കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സിൻ്റെ പ്രത്യേകത,
രാസാഗ്നികൾ എന്ന് പറഞ്ഞാൽ എൻസൈംസ് എന്നാണ് പറയുക. എൻസൈംസ് കോശത്തിൻ്റെ ഉള്ളിലൊക്കെ വസ്തുക്കളെ ദഹിപ്പിച്ച് കളയാൻ നിർവീര്യമാക്കി കളയാനുള്ള ചില രാസവസ്തുക്കളാണ് എൻസൈം. ആ എൻസൈമുകൾ, അതുപോലെ മറ്റൊരു രാസവസ്തുവാണ് ഹോർമോണുകൾ. നമ്മുടെ ശരീരത്തിനകത്തൊക്കെ ഉണ്ടാകുന്ന രാസവസ്തുവാണ് ഹോർമോണുകൾ. അതുപോലെ ശ്ലേഷ്മരസം, ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ചെറു സ്ഥിരസഞ്ചികൾക്കുള്ളിൽ സംഭരിച്ചു വെക്കുന്ന ഒരു കോശാംഗമാണ് ഗോൾജി കോംപ്ലക്സ്. ഇറ്റ് കളക്ട് സെൽ സെക്രീഷൻസ് ലൈക്ക് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് മ്യൂക്കസ് ഇൻ ദ സ്മോൾ വെസിക്കിൾസ്. ചെറു സ്ഥിരസഞ്ചികൾക്കുള്ളിൽ ഇത്രയും വസ്തുക്കളെ സംഭരിച്ചു വെക്കുകയാണ് ചെയ്യുക. ഈ ഗോൾജി കോംപ്ലക്സിൻ്റെ പ്രത്യേകത, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞു മൈറ്റോകോൺട്രിയ ചില കോശങ്ങളാണ് കാണപ്പെടുക. അതുപോലെ ഗോൾജി കോംപ്ലക്സും ചില ഗ്രന്ഥി കോശങ്ങൾ, നമ്മുടെ ശരീരത്തിനകത്തുള്ള ചില ഗ്രന്ഥികളുണ്ട്, ചില സ്രവങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്ന ഗ്രന്ഥികൾ, അത്തരം കോശങ്ങളിലാണ് ഈ ഗോൾജി കോംപ്ലക്സ് എന്ന് പറയുന്ന കോശാംഗം കൂടുതലായിട്ട് കാണപ്പെടുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങളാണ് ഒരു കോശത്തിൻ്റെ ഓർഗനൽസായിട്ട്, സെൽ ഓർഗനൽസായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ വാക്യൂൾ എന്ന് പറയുന്ന, ഫാനം എന്ന് പറയുന്ന കോശാംഗം സസ്യങ്ങളിലാണ് പ്രധാനമായിട്ടും കാണപ്പെടുക. ബാക്കിയുള്ളവ ജന്തുകോശങ്ങളിലും സസ്യകോശങ്ങളിലും ഒരുപോലെ കാണപ്പെടുന്നവയാണ്. ഈ ചിത്രങ്ങളെല്ലാം നിങ്ങളെ സയൻസ് ഡയറിയിൽ നിങ്ങൾ വരയ്ക്കുക. അതുപോലെ സസ്യകോശത്തിൻ്റെ മുഴുവനായിട്ടുള്ള ചിത്രം, ഇതാണ് സസ്യകോശത്തിൻ്റെ ചിത്രം, അതും നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ വരക്കണം. ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ചിത്രീകരണം 1.2 തന്നിട്ടുണ്ട്. ആ ചിത്രീകരണം 1.2ഉം നിങ്ങൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതുകയും ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സസ്യകോശങ്ങളുടെ കോശാംഗങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗം. വീഡിയോ കണ്ട ശേഷം ഇതിൻ്റെ നോട്ടുകൾ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.